വിജിലൻസ് പരിശോധനകൾ മുറയ്ക്ക് നടക്കുന്നുണ്ട് സംസ്ഥാനത്ത്. പക്ഷേ അപ്പോഴും കാണാം അഴിമതിയിൽ മുങ്ങി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വർഗം. ദിനം പ്രതി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് നിരവധി ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിജിലൻസ് പിടിയിലായത് 146 സർക്കാർ ജീവനക്കാർ. പിടിക്കപ്പെട്ടാലും ഒരു വർഷത്തിനിടയിൽ സർവീസിൽ തിരികെ കയറാമെന്നതാണ് ഇത്തരക്കാർക്ക് ആശ്വാസമാകുന്നത്. രശ്മി കാർത്തിക തുടരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നതിനായി. രശ്മി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ നിയമങ്ങൾ ഉണ്ട് എങ്കിലും അത് കർശനമായി നടപ്പാക്കാൻ കഴിയാത്തതാണ് വലിയ പ്രശ്നമായി വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് വിജിലൻസ് പരിശോധനകൾ കൃത്യമായി എല്ലാ വകുപ്പുകളിലും നടക്കുന്നു, മേഖലകളിലും നടക്കുന്നു, പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വർഷം കൊണ്ട് തന്നെ തിരികെ കയറാമെന്നുള്ളത് ചെറിയ ലൂപ്പുകളുണ്ട്, അത് ഉദ്യോഗസ്ഥർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ അത് മാത്രം കണക്കിലെടുത്തു, മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു വർഷം മാറി നിൽക്കുക, വീണ്ടും സർവീസിൽ കയറുക, ഈ ഒരു വർഷത്തെ പ്രശ്നം മുഴുവൻ അടുത്ത ഒരു വർഷം കൊണ്ട് തീർക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്കാണ് ചിന്തകൾ പോകുന്നത്. രശ്മി, അതെ വീണ, ഈ സംസ്ഥാനത്തെ ഈ ഉദ്യോഗസ്ഥ അഴിമതി അത് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. വിജിലൻസിന്റെ പരിശോധന ഉൾപ്പെടെ നിലവിൽ നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി. പക്ഷേ അഴിമതി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം, അത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഈ കണക്കുകളിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി തദ്ദേശ റവന്യൂ വകുപ്പുകളിലാണ് എന്നുള്ളതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 50 പേരും തദ്ദേശ വകുപ്പിൽ നിന്ന് 47 പേരുമാണ് കൈക്കൂലി കേസിൽ പിടിയിലായിരിക്കുന്നത്. വിജിലൻസിന്റെ സ്പോട്ട് ട്രാപ്പ് പരിശോധന നിലവിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിൽ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പിടിയിലായത് 21 ഉദ്യോഗസ്ഥരാണ്. ഇത് കൈക്കൂലി കേസുകളുടെ മാത്രം കണക്കാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറസ്റ്റിലായിട്ടുള്ളത് 146 ജീവനക്കാർ. 393 പേരാണ് അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 393 പേർക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ കൈക്കൂലി കേസിൽ ഏറ്റവും ഉദ്യോഗസ്ഥർ പിടിയിലായിരിക്കുന്ന ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഇവിടെ 17 പേർ വിജിലൻസിന്റെ പരിശോധനയിൽ അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ 14, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 9, ഇടുക്കിയിൽ 13, എറണാകുളത്ത് 6, പാലക്കാട് 12, കോഴിക്കോട് 5 എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പറയുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 5, 11, 13 ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശമ്പളം കൃത്യമായി ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൈക്കൂലി കേസുകളിൽ പിടിയിലാവുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷത്തെ സസ്പെൻഷന് ശേഷം വീണ്ടും അവർ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നിയമം കൂടുതൽ കർശനമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. ഈ സ്പോട്ട് ട്രാപ്പ് പരിശോധന എന്നൊക്കെ പറഞ്ഞ് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇത്രത്തോളം പേരെ പിടിയിലാകുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കർശനമായൊരു നടപടികളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവർ തിരിച്ച് സർവീസിലേക്ക് തന്നെ കയറുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവർ വീണ്ടും ഈ അഴിമതി കാണിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഴിമതി ഈ റിപ്പോർട്ട് ചെയ്യുന്നത് തദ്ദേശ വകുപ്പിലും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലാണ്. ഇത് കൈക്കൂലി വാങ്ങുന്നവരുടെ കണക്ക് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള അഴിമതികളും കാട്ടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ യഥേഷ്ടം അഴിമതി കാണിക്കുന്നു. അതിനൊപ്പം തന്നെ വലിയൊരു തുക ശമ്പളമായി വാങ്ങുന്നു. ഇതിലൊന്നും തന്നെ കൃത്യമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് അവരെ വീണ്ടും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനും അഴിമതി നടത്തുന്നതിനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.